ഇൻ ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഫ്ലോ ഓഫ് കറന്റ്. ആ ഓർഡർ ചോദിച്ചത്, കമ്പോണൻസിന്റെ ഓർഡർ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ ഏതാണ് കറക്റ്റ് സീക്വൻസ്, കറക്റ്റ് ഓർഡറിൽ നമുക്ക് ഇവരെ വെക്കണം. എ ആണ് ആൻസർ. ഓപ്ഷൻ എ. ഫിഗർ എടുത്ത് നോക്കണം കേട്ടോ. ബാറ്ററി, അതിന് അയാളുടെ കറന്റ് അളക്കാനായിട്ട് ഒരു അമീറ്റർ, അതിനുശേഷം ഇഗ്നിഷൻ കോയില്, അത് കഴിഞ്ഞിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടറും, ഏറ്റവും അവസാനമാണ് സ്പാർക്ക് പ്ലഗ് വരെ. ഫിഗർ വെച്ച് നിങ്ങൾ നോക്കണം കേട്ടോ. ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് ദ ഇൻഡക്ഷൻ കോയിൽ സ്റ്റെപ്പ് അപ്പ് ദി ലോ വോൾട്ടേജ് കറന്റ് ഓഫ് 12 വോൾട്ട്. അത് ബാറ്ററി കൊടുക്കുന്ന 12 വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ്. ടു ഹൈ വോൾട്ടേജ് കറന്റ് അപ് ടു അബൌട്ട്. എത്ര വോൾട്ട് വരെ ഉയർത്തുന്നുണ്ടെന്ന്? ഓപ്ഷൻ സി. 25,000 വോൾട്ട്. ഓപ്ഷൻ സി. ഓക്കെ. അടുത്തത് ഇൻ ഇഗ്നിഷൻ കോയിൽ ദ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. ഓപ്ഷൻ ബി ശരിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞവർക്കുണ്ട് എത്രയാ? 200 മുതല് ഏതാണ്ട് ഒരു 200 മുതലല്ലേ, 200 മുതല് 300 വരെയാണ് എന്ത് പ്രൈമറിയുടെ ടേൺസ് പറയാ. അതുപോലെ ഏതാണ്ട് ഒരു 15,000 മുതല് 20,000 വരെയാണ് എന്ത് വരിക സെക്കൻഡറി വരിക. അപ്പൊ ഇവരെ തമ്മിലൊന്ന് കമ്പയർ ചെയ്തേ. ഈ 200-നും 20,000-നും ഒന്ന് കമ്പയർ ചെയ്തേ. 1:100 അല്ലേ വരിക. ഞാൻ ഇപ്പൊ എഴുതാന്ന് വിചാരിക്കും 200:20,000 ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ തമ്മിലുള്ള ബന്ധം? ഈ 2 പൂജ്യം അങ്ങോട്ട് വെട്ടിപ്പോയി, ഈ 2ഉം വെട്ടിപ്പോയി, ഇവിടെ 1 ഇവിടെ എത്രയായി? 100 വരും. 1:100 എന്ത് വരിക? ഇവരുടെ റേഷ്യോ വരിക. ഒന്ന് ഓർത്ത് നോക്കാട്ടോ. 1:100. Then the drive shaft in distributor is rotated at dash the engine speed in 4-stroke engine. ആ ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റിന്റെ സ്പീഡാ ചോദിച്ചേക്കണേ. ഹാഫ് ആണ്. അതായത് ക്യാം ഷാഫ്റ്റിന്റെ അതേ സ്പീഡിൽ കറങ്ങുകയാണ്. ക്യാം ഷാഫ്റ്റ് എഞ്ചിൻ സ്പീഡിന്റെ പകുതിയാണ് കറങ്ങുന്നത്. നമ്മള് പണ്ട് മുതലേ പഠിക്കുന്നുണ്ട്. വീണ്ടും ഡാഷ് പ്രൊവൈഡ്സ് എ റിസർവോയർ ഫോർ ദി കറന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട് അറ്റ് ദ ടൈം ഓഫ് ബ്രേക്ക്. അതാ കോണ്ടാക്ട് ബ്രേക്കറിലെ ബ്രേക്ക് നടക്കൂലേ, ബ്രേക്ക് നടക്കുന്ന സമയത്ത് ഒരു റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണെന്ന്? കണ്ടൻസർ ആണ്. കണ്ടൻസർ അല്ലെങ്കിൽ കപ്പാസിറ്റർ. ഓപ്ഷൻ സി. ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കണ്ട, പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫോളോയിങ് അഫക്ട് ദ വോൾട്ടേജ് റിക്വയർഡ് ടു ജമ്പ് ഓവർ ദി ഗ്യാപ്പ് ഓഫ് സ്പാർക്ക് പ്ലഗ്. ഒരു സ്പാർക്ക് പ്ലഗിന് 2 ഇലക്ട്രോഡ് നമുക്കറിയാം, സെൻട്രൽ ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അവിടെ ഈ വോൾട്ടേജ് ചാടിക്കടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഷേപ്പ് ഓഫ് ഇലക്ട്രോഡ് ഫോമിംഗ് ഗ്യാപ്പ്, അവിടെ വരുന്ന ഇലക്ട്രോഡിന്റെ ഷേപ്പ്, കണ്ടക്ടിവിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ദ ഗ്യാപ്പ്. ഈ ഗ്യാസസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എയർ ആണ്, ആ ഗ്യാപ്പിലുള്ള എയർ. ഫ്യൂവൽ എയർ മിക്സർ റേഷ്യോ എക്സിസ്റ്റിംഗ് ഇൻ ദ ഗ്യാപ്പ്. നമുക്കറിയാം ഇയാള് എഞ്ചിൻ സിലിണ്ടറിലേക്ക് കുറച്ച് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ആരുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്? അവിടെയുള്ള എയർ ഫ്യൂവൽ മിക്സറിനും കോണ്ടാക്ട് വരുന്നുണ്ട്. എന്തിനെയൊക്കെ ബാധിക്കും? ഓൾ ഓഫ് ദി അബോ ആണ്, എല്ലാം വരും. ഓക്കെ. സിമ്പിൾ ചോദ്യമാണ്. ഇൻ മാഗ്നറ്റിക് ഇഗ്നിഷൻ സിസ്റ്റം നോ ബാറ്ററി ഈസ് റിക്വയർഡ്. എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ഈസ് റാദർ ഡിഫിക്കൽട്ട്. യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് എഞ്ചിൻ. അല്ലല്ലോ. അപ്പൊ എഞ്ചിൻ സ്റ്റാർട്ടിംഗ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ നോക്കിയേ, ബാറ്ററി ഇല്ല, അതാർക്കും സംശയമില്ല. എഞ്ചിൻ സ്റ്റാർട്ടിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ചവിട്ടണം. നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് എഞ്ചിൻ സ്റ്റാർട്ട് ആവുള്ളൂ, അല്ലെ? ഇനി ഈ യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് എഞ്ചിൻ കാണുമ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട. ഇത് പഴയ ഓപ്ഷനാണ്. പഴയ ഓപ്ഷൻ പ്രകാരം PSC അംഗീകരിച്ചിരിക്കുന്നത് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്ന ഹൈ സ്പീഡ് എഞ്ചിൻ ആണെന്നും ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ് സ്ലോ സ്പീഡ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ആ കൺസെപ്റ്റിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇവിടെ യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് എഞ്ചിൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഓപ്ഷൻ എന്താ? അത് പെട്രോൾ എഞ്ചിൻ ആണ്. ഡീസലിനെ അപേക്ഷിച്ചിട്ട് ഹൈ RPM-ൽ വർക്ക് ചെയ്യുന്ന ആളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഓൾ ഓഫ് ദി അബോവ് ആണ് നമ്മളുടെ ആൻസർ. ഇനി ഇൻ 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ ദ പ്രോബബിൾ ഫയറിംഗ് ഓർഡർ 1 3 4 1 2 3 4 എഴുതിയിട്ട് ആദ്യം 1 പിടിക്കുക, പിന്നെ 3 പിടിക്കുക, 4 പിടിക്കുക, 2 പിടിക്കുക. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. ഇനി ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ബ്രേക്കർലെസ് ഇഗ്നിഷൻ സിസ്റ്റം. അത് ബ്രേക്കർ എന്ന് പറയുന്ന പരിപാടി ഇല്ലാന്ന്. ബ്രേക്കർലെസ് അങ്ങനെ ഉപയോഗിക്കുന്ന ഇഗ്നിഷൻ ഏതാണെന്ന്?
ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ബ്രേക്കർലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്കർ ഇല്ലാത്തത്. ആരാണ് ബ്രേക്കർ? കോണ്ടാക്ട് ബ്രേക്കർ. കോണ്ടാക്ട് ബ്രേക്കർ ഇല്ലാത്ത ഇഗ്നിഷൻ സിസ്റ്റം ഏതാണെന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി. ഇലക്ട്രോണിക്കിൽ ഇല്ല, ബാറ്ററിയിലും ഉണ്ട്, മാഗ്നറ്റോയിലും ഉണ്ടല്ലോ, നമ്മൾ കണ്ടല്ലോ. ഇലക്ട്രോണിക്കിൽ ആരില്ല, കോണ്ടാക്ട് ബ്രേക്കർ ഇല്ല, പകരമാണ് ടൈമറും ECU ഒക്കെ കയറി വന്നത്. ഓക്കെ, അടുത്ത ദ ഫോളോയിങ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റം. ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ താഴെ പറയുന്നതിൽ ഏതാണ്? പ്രൊഡ്യൂസസ് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ്, ബെറ്റർ സ്റ്റാർട്ടിംഗ് വിത്ത് കോൾഡ് എഞ്ചിൻ, ലെസ് പോസിബിലിറ്റി ഓഫ് ആർക്കിംഗ് അറ്റ് സ്പാർക്ക് പ്ലഗ്. എല്ലാം വരും. All of the above. To ensure the combustion occurs at the correct time when the engine speed is increased, the spark should be. Engine speed കൂടിയാൽ സ്പാർക്കിന് എന്ത് സംഭവിക്കണം? അഡ്വാൻസ് ചെയ്ത് കൊടുക്കണം. അടുത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ബിലോ ദ പിസ്റ്റൺ. നല്ലൊരു ചോദ്യം ഉണ്ടോ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കുക. വാട്ട് ഈസ് ഹാപ്പനിങ് ബിലോ ദ പിസ്റ്റൺ ഓഫ് എ 2-stroke എഞ്ചിൻ at the instance when spark occurs. അതായത് ഒരു 2-stroke എഞ്ചിൻ ആണ്. ആ 2-stroke എഞ്ചിനില് മുകളിൽ നമ്മൾ സ്പാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്പാർക്ക് കൊടുക്കുന്ന സമയത്ത് പിസ്റ്റന്റെ താഴെ എന്താണ് സംഭവിക്കുന്നത്? 2-stroke എഞ്ചിൻ ഉണ്ടോ? 2-stroke ന്യൂ ഗ്യാസ് ഈസ് ഫ്ലോയിങ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ചിലപ്പോൾ എല്ലാവർക്കും കത്തിയിട്ടുണ്ടാവൂല. ഒരു ഫിഗർ വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ട ഫിഗർ ആണ്. ഇയാൾ ഒരു 2-stroke എഞ്ചിൻ ആണ് അല്ലെ. 2-stroke എഞ്ചിനിൽ ഇപ്പൊ കംപ്രഷൻ നടന്ന് കംപ്രഷന്റെ അവസാനം ഇയാൾ എത്തിയേക്കുക. ഈ കംപ്രഷന്റെ അവസാനം താഴെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? അവിടെ ഫ്യൂൽ എയർ മിക്സർ ഇങ്ങനെ കയറുന്നുണ്ട് അല്ലെ. ഇവിടെ സക്ഷൻ നടക്കുന്നുണ്ട് ഈ പോർട്ടിൽ കൂടി. അപ്പൊ സ്പാർക്ക് കൊടുക്കുന്ന സമയത്തും എന്താണ് നമുക്കറിയാം, കംപ്രഷൻ തീരുന്നതിന് മുമ്പേ സ്പാർക്ക് കൊടുക്കും അല്ലെ. അപ്പൊ സ്പാർക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻസ്റ്റന്റ് എന്ന് പറയുമ്പോഴും എന്താണ് പിസ്റ്റണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പിസ്റ്റൺ അപ്പോഴും മുകളിലേക്ക് മൂവ് ചെയ്തോണ്ടിരിക്കുക. പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതോറും എന്ത് സംഭവിക്കും? ഇവിടെ സക്ഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി നോക്കിയേ. ദ ന്യൂ ഗ്യാസ് ഈസ് ഫ്ലോയിങ് ഇൻ ത്രൂ ദി ഇൻലെറ്റ് പോർട്ട്. ഗ്യാസ് എന്ന് ഉദ്ദേശിക്കുന്നത് പെട്രോളിന്റെ എയറിന്റെ മിക്സ്ചർ. അവരെന്ത് ചെയ്യുന്നു? അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. ഏത് ഇൻസ്റ്റന്റിലും മുകളിൽ സ്പാർക്ക് കൊടുക്കുന്ന സമയത്തും. കാരണം എന്താ? ആ സമയത്തും പിസ്റ്റൺ മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അടുത്ത 2 factors which would increase the voltage to produce the spark at the spark plug. അതായത് 2 ഫാക്ടേഴ്സ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജിനെ അഫക്ട് ചെയ്യും. അത് സ്പാർക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജ് ചെല്ലണം. അങ്ങനെ ഹൈ വോൾട്ടേജ് ചെല്ലുമ്പോൾ ആ ഹൈ വോൾട്ടേജിനെ അഫക്ട് ചെയ്യാവുന്ന 2 കാര്യങ്ങൾ ഏതാണെന്നാണ് ചോദ്യം. വൈഡർ ഇലക്ട്രോഡ് ഗ്യാപ്പ് ആൻഡ് ഹയർ സിലിണ്ടർ പ്രഷർ ആണോ, അല്ലെങ്കിൽ വൈഡർ ഇലക്ട്രോഡ് ഗ്യാപ്പ് ആൻഡ് ലോവർ സിലിണ്ടർ പ്രഷർ ആണോ? ഈ വൈഡർ എന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ലേ? നമ്മുടെ ആ സെൻട്രൽ ഇലക്ട്രോഡ് ഉണ്ട്, താഴെ എന്താ ഗ്രൗണ്ട് ഇലക്ട്രോഡ് ഉണ്ട്. ഇവര് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്നതിനെയാണ് വൈഡർ എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ഗ്യാപ്പ് കുറയുന്നതിനെയാണ് നാരോവർ എന്ന് പറയുന്നത്. സിലിണ്ടർ പ്രഷർ കൂടുക എന്ന് പറയുന്നത് എന്താ? കംപ്രഷന്റെ അവസാനം വരുമ്പോഴേക്കും ആ സിലിണ്ടറിന്റെ അകത്തെ പ്രഷർ കൂടുക കുറയുക. അതാണ് ഹയർ സിലിണ്ടർ പ്രഷർ, ലോവർ സിലിണ്ടർ പ്രഷർ. ഇതിലേതായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ആൻസർ? വോൾട്ടേജ് കൂടണം. വോൾട്ടേജ് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും സ്പാർക്ക് ഉണ്ടാക്കാൻ, ജമ്പ് ചെയ്യിക്കാൻ. പറയാമോ? ഇതില് ഒരാൻസർ നിങ്ങൾ കണ്ടിരുന്നു. ഒരാൻസർ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞപ്പോ അതിലുണ്ടായിരുന്നു ഒരു പോയിന്റ്. നമ്മൾ കണ്ടില്ലേ? വൈഡർ ഇലക്ട്രോഡ് ആണെങ്കിൽ, അതായത് ആ ഇലക്ട്രോഡിന്റെ ഗ്യാപ്പ് ഒരുപാട് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? സാധാരണ വരുന്ന വോൾട്ടേജ് വന്നാല് അയാൾക്ക് ചാടി ജമ്പ് ചെയ്ത് ഇപ്പുറത്ത് എത്താൻ പറ്റില്ല. എന്ത് ചെയ്യണം? കൂടിയ വോൾട്ടേജ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് മനസ്സിലായി, വൈഡർ ഇലക്ട്രോഡ് ഗ്യാപ്പ് ആണെങ്കിൽ, ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ ഹൈ വോൾട്ടേജ് കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലായി. വീണ്ടും സിലിണ്ടർ പ്രഷർ നിങ്ങൾ നോക്കിയേ. എഞ്ചിന്റെ സിലിണ്ടറിനകത്തെ പ്രഷർ കൂടുതലാണെങ്കിൽ അതിനകത്തേക്ക് സ്പാർക്കിന് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ വോൾട്ടേജില് എഞ്ചിൻ പ്രഷർ ഒരുപാട് കൂടുതലാണെങ്കിൽ സാധാരണ വോൾട്ടേജ് എന്ത് സംഭവിക്കും? ഇറങ്ങിച്ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഹയർ സിലിണ്ടർ പ്രഷറിലും എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും കൂടിയ വോൾട്ടേജ് ചെന്നാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ? അവിടെ സ്പാർക്ക് നടക്കുള്ളൂ. അപ്പൊ 2 പോയിന്റ് ആണ് കേട്ടോ. വോൾട്ടേജ് കൂട്ടി കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇലക്ട്രോഡ് ഗ്യാപ്പ് കൂടുന്ന അവസ്ഥയും സിലിണ്ടർ പ്രഷർ കൂടുന്ന അവസ്ഥയും. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. വീണ്ടും ദ സ്പാർക്ക് ഒക്കേഴ്സ് വെൻ. സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ നല്ല ചോദ്യമാണ്. എപ്പോഴാണ് സ്പാർക്ക് ഉണ്ടാവുന്നത്?
കോണ്ടാക്ട് ബ്രേക്കർ ക്ലോസ് ആവുമ്പോഴാണോ, ഓപ്പൺ ആവുമ്പോഴാണോ, ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആവുമ്പോഴാണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ല? സ്പാർക്ക് ഉണ്ടാവുന്ന എപ്പോഴാണ്? ഏതാണ്? ഓപ്ഷൻ എ. ഞാൻ പേന വെച്ചോണ്ടാണോ? ഞാൻ തെറ്റിക്കാൻ വേണ്ടി പേന വെച്ചതാ. ഓപ്ഷൻ ബി ആണ് അല്ലേ? എപ്പോഴാ സ്പാർക്ക് ഉണ്ടാവുന്നേ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ട് അല്ല കൊലാപ്സ് ചെയ്യിക്കണം അല്ലേ? ആ കൊലാപ്സ് ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന ഹൈ വോൾട്ടേജ് സെക്കൻഡറി കയറി പിടിക്കുള്ളൂ. അത് ചെയ്യുന്ന എപ്പോഴാ? കോണ്ടാക്ട് ബ്രേക്കർ ഓപ്പൺ ആവുമ്പോഴാണ് സർക്യൂട്ട് ബ്രേക്ക് ആവുന്നത് അല്ലെ? അപ്പൊ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് ഓപ്പൺ ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്പാർക്ക് ഉണ്ടാവാൻ സാധ്യത. കോണ്ടാക്ട് ബ്രേക്കറിൽ ഉണ്ടാവുന്ന സ്പാർക്ക് അല്ല കേട്ടോ, അത് നമ്മൾ ആർക്കിംഗ് എന്നാ പറഞ്ഞത്, അതല്ല ഉദ്ദേശിക്കുന്നത്. സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് ഉണ്ടാവുന്ന എപ്പോഴാണെന്ന ചോദ്യം. വീണ്ടും, the CB points, contact breaker points, are opened by the cam and closed by spring ആണ്. സ്പ്രിംഗ് ടെൻഷൻ കാരണമാണ് കേട്ടോ, പുറത്തു വെക്കുക. തെറ്റിക്കാൻ വേണ്ടി സെയിം ക്യാം എന്നുള്ളത് ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്. The dwell on a, നല്ലൊരു ചോദ്യമാണ്. The dwell on a 6-cylinder engine compared to 4-cylinder engine is. ഒരു 6-cylinder എഞ്ചിനും 4-cylinder എഞ്ചിനും എടുത്തു കഴിഞ്ഞാൽ ആ 6-cylinderന്റെ ഡ്വെല്ല് എങ്ങനെയായിരിക്കും? 4-cylinderനെ അപേക്ഷിച്ചിട്ട് ലെസ് ആയിരിക്കും. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടി. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവര് 4-cylinderന്റെ ക്യാമായി കാണിച്ചേക്കണേ. നമ്മളുടെ കോണ്ടാക്ട് ബ്രേക്കർ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ നോക്കിയേ 1, 2, 3, 4 ലോബ് ഉണ്ട് അല്ലെ? 4-cylinder ആയതുകൊണ്ട്. 6-cylinder ആവുമ്പോൾ എന്താണ് ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവില്ല. അതെ, ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഡ്വെൽ എന്ന് പറയുന്നത്. ആ ലോബുകൾക്കിടയിലുള്ള ഗ്യാപ്പിന് ഡ്വെൽ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഭാഗം ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല? ടച്ച് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യാതെ പോകും. ആ സമയത്ത് എന്ത് ചെയ്യും? ഇയാൾ ക്ലോസ് ആയി തന്നെ ഇരിക്കും, ഡ്വെൽ പീരീഡിൽ ഇരിക്കും. പക്ഷെ ഇയാളുടെ എണ്ണം കൂടുന്നതോടെ എന്ത് ചെയ്യും? ഇയാൾ അടുത്തടുത്ത് വരും അല്ലെ? ഈ ഒരു ലോബുകൾ അടുത്തടുത്ത് വരും. അടുത്തടുത്ത് വരാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ കോണ്ടാക്ട് ബ്രേക്കർ പെട്ടെന്ന് ഓപ്പൺ ആവും എന്ന് വെച്ചാൽ ഡ്വെല്ല് കുറയും. അപ്പൊ 6-cylinder ആവുമ്പോൾ 6 ലോബ് ഉണ്ടാവും. 6 ലോബ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഡ്വെൽ പീരീഡ് ആർക്ക് കുറയും? 6-cylinderന് കുറയും. ഒരു കണക്കൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഇത് നോക്കിയാൽ നന്നായിരിക്കും. ഒരു 4-cylinder ആണെങ്കിൽ ഈ പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ഈച്ച് ഇഗ്നിഷൻ ക്യാം ലോബ്, ഇവർ തമ്മിലുള്ള ഇയാൾ റൊട്ടേറ്റ് ചെയ്യാണല്ലോ. അപ്പൊ ഓരോ ക്യാം ലോബും തമ്മിലുള്ള ആംഗിൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഇനി ഒരു 6-cylinder എഞ്ചിൻ ആണെങ്കിൽ, 4-cylinder ആണെങ്കിൽ 90 ഡിഗ്രി, ഒരു 6-cylinder ആണെങ്കിൽ ഈ ക്യാം ലോബുകൾ തമ്മിൽ 90 ഡിഗ്രി, അത്രയും ഗ്യാപ്പ് ഒന്നും കിട്ടില്ല. ഒരു 60 ഡിഗ്രിയൊക്കെയാണ് അവിടെ ഗ്യാപ്പ് വരുള്ളൂ. അടുത്ത്, ദ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ് ഹാവ് സെഗ്മെന്റ്സ്. ഈ ടേം ആണ് എനിക്ക് അകത്ത് കിട്ടാറുള്ളത്, സെഗ്മെന്റ്സ്. The distributor caps have segments around its circumference equal to. Segments എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഡിസ്ട്രിബ്യൂട്ടറിന്റെ സെന്ററിലേക്കാണ് ഹൈ ടെൻഷൻ കോഡ് വന്ന് നിൽക്കുന്നത്. അതിന്റെ ചുറ്റിനും എത്ര സിലിണ്ടർ ഉണ്ടോ അത്രയും സെഗ്മെന്റ്സ് ഉണ്ടാവും. സെഗ്മെന്റ്സ് തന്നെ പറയാം, സെഗ്മെന്റ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം അത് തന്നെയാ. ദ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ് ഹാവ് സെഗ്മെന്റ്സ് അറൌണ്ട് ഇറ്റ്സ് സർക്കംഫറൻസ് ഈക്വൽ ടു. എന്തിനോട് ഈക്വൽ ആയിരിക്കും ആ സെഗ്മെന്റ്സ്? ഓപ്ഷൻ ബി, ദ നമ്പർ ഓഫ് എഞ്ചിൻ സിലിണ്ടേഴ്സ്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാനൊരു ഫിഗർ വെച്ച് കാണിക്കാം. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ സെന്ററിലാണ് വരുന്നത്. നമ്മുടെ മെയിൻ ആള് ഈ സെന്ററിൽ വന്ന് നിൽക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? റോട്ടർ കറങ്ങുന്ന വഴി ഇതിന് കൊടുക്കണോ, ഇയാൾക്ക് കൊടുക്കണോ, ഇയാൾക്ക് കൊടുക്കണോ, ഇയാൾക്ക് കൊടുക്കണോ തീരുമാനിക്കുന്ന ആരാ? ഇതിന്റെ അകത്ത് ഇരിക്കുന്ന റോട്ടറാണ് കണക്ഷൻ കൊടുക്കുന്നത് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു 4-cylinder എഞ്ചിൻ ആണെങ്കിൽ 4 സ്പാർക്ക് പ്ലഗ് ഉണ്ടാവും. അപ്പൊ 4 സ്പാർക്ക് പ്ലഗിലേക്ക് കണക്ഷൻ കൊടുക്കണം. എന്ത് ചെയ്യും? ഈ 4 സെഗ്മെന്റ്സ്, ഇതാണ് സെഗ്മെന്റ്സ് ഉദ്ദേശിക്കുന്നത്, 4 സെഗ്മെന്റ്സ് അവിടെ ഉണ്ടാവും. അപ്പൊ 6-cylinder ആണെങ്കിൽ എത്ര ഉണ്ടാവും? ഡിസ്ട്രിബ്യൂട്ടറിൽ ഇതുപോലത്തെ 6 സെഗ്മെന്റ്സ് ചുറ്റിനും ഉണ്ടാവും. അപ്പൊ നമ്പർ ഓഫ് സിലിണ്ടേഴ്സിന് ഈക്വൽ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിലെ സെഗ്മെന്റ്സിന്റെ എണ്ണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following is used to check the gap between CB points? കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്സിന്റെ ഗ്യാപ്പ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന്? ഫീലർ ഗേജ് ആണ്. അപ്പൊ ജസ്റ്റ് ഇത് ചിലപ്പോൾ കാണാത്തവരുണ്ടാവും അല്ലെങ്കിൽ അറിയാത്തവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇതാണ് ഫീലർ ഗേജ് എന്ന് പറയാം. ഇങ്ങനെ കുറെ ബ്ലേഡുകളായിരിക്കും, ഒരു പല പല തിക്നെസ്സുകളുള്ള ബ്ലേഡുകളാണ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ആ തിക്നെസ് ഇത്ര ഇഞ്ചെന്നോ MM-ലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എന്ത് ചെയ്യാം? ആ 2 ഇലക്ട്രോഡിന്റെ ഇടയിലൊക്കെ അവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മെഷർ ചെയ്യാനായിട്ട് പറ്റും ഇവരൊക്കെ വെച്ചിട്ടാ. ദെൻ വയർ ഗേജ് ആണ് ഈ കാണിച്ചേക്കണേ, ഒരു വയർ ഗേജ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണോ വയർ ഗേജ്. അതായത് ഒരു വയറിന്റെ ഡയമീറ്റർ, സാധാരണ വയർ ഉണ്ടല്ലോ, ഒരു തിന്നായിട്ടുള്ള ഒരു വയർ, അതിന്റെ ഒരു ഡയമീറ്റർ അറിയണമെങ്കിൽ ഇയാൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ തിന്ന ഷീറ്റ് മെറ്റൽസ് ഉണ്ട്, ഈ ഷീറ്റ് മെറ്റൽസിന്റെ തിക്നെസ് അറിയാനും നമുക്ക് എന്ത് ചെയ്യാം? ഈ വയർ ഗേജിനെ ഉപയോഗിക്കാം.
ദെൻ മൈക്രോമീറ്റർ, നമ്മൾ സ്ക്രൂ ഗേജ് എന്നൊക്കെ സാധാരണ പറയുന്ന ആള്. മൈക്രോമീറ്റർ അതായത് ഇതിന്റെ ഇടയില് ഈ സ്പിൻഡിലിന്റെയും ഈ ആൻവീലിന്റെയും ഇടയില് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഔട്ടർ ഡയമെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിക്കുന്നത്? ഈ മൈക്രോമീറ്റർ എന്ന് പറയുന്ന ആള് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഇയാളുടെ ലീസ്റ്റ് കൗണ്ട് എത്ര ഓർക്കുന്നുണ്ടോ? ലീസ്റ്റ് കൗണ്ട് മൈക്രോമീറ്റർ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് 0.01. 0.01 അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയണ്ടേ. 0.01 മില്ലിമീറ്റർ. ഓർത്തിരിക്കാട്ടോ, മിക്കവാറും എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട് മില്ലിമീറ്റർ. ഓക്കെ. ദെൻ അടുത്തതാണ് നമ്മുടെ വെർനിയർ ഗേജ്. വെർനിയർ ഗേജും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ ഡയമെൻഷൻ മെഷർ ചെയ്യാം, ഇതിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്നർ ഡയമെൻഷനും മെഷർ ചെയ്യാം. ഇവിടെ ഒരു ഇത് വെച്ചിട്ട് ഇന്നർ ഡയമെൻഷൻ മെഷർ ചെയ്യാനാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്റെ സിസ്റ്റം ബാറ്ററി ലോ ആയി, ഫുൾ ചാർജ് ആയിരുന്നു, എന്നാലും ക്ലാസ് നീണ്ടപ്പോൾ അതിൽ ലോ ആയി. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ആസ് യൂഷ്വൽ നിങ്ങൾ നോക്കിയിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. ഓക്കെ അല്ലേ?